إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, നിത്യമായ ജാഗ്രത, എപ്പോഴുമുള്ള ശ്രദ്ധ, എപ്പോഴും എന്നും എവിടെ വെച്ചും വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ അടിയാന്മാർ, ലോകത്ത് ഭീകര രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു രാഷ്ട്രമുണ്ടെങ്കിൽ അത് ഇസ്രായേലാണ്. ഭീകര പ്രവർത്തനങ്ങളിലൂടെ ഇന്നും നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമുണ്ടെങ്കിൽ അത് ഇസ്രായേലാണ്. ഇസ്രായേൽ ഭരിച്ച മുഴുവൻ ഭരണാധികാരികളും യുദ്ധക്കുറ്റവാളികളായി പിടിക്കപ്പെടുവാനും വിചാരണ ചെയ്യാനും തികച്ചും അർഹരായിരുന്നു. ലോകചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വംശഹത്യ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന, ലോകത്ത് ഒരു രാഷ്ട്രത്തിന് അതിർത്തിയില്ലാത്തൊരു രാഷ്ട്രമുണ്ടെങ്കിൽ ആ രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അന്താരാഷ്ട്ര നിയമങ്ങളോ പ്രമേയങ്ങളോ എല്ലാറ്റിനും കാറ്റിൽ പറത്തിയ ഒരു വളരെ മോശമായ രാഷ്ട്രം, മനുഷ്യത്വം വെച്ച് ചിന്തിക്കുവാൻ ഒരു തരത്തിലും അർഹതയില്ലാത്ത ഒരു രാഷ്ട്രം. ആ രാഷ്ട്രമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്നത്. സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ബനൂ ഇസ്രായേലുകളെ കുറിച്ച്, ബനൂ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഇസ്രായേലറാണോ എന്നൊക്കെ സംശയങ്ങളും തർക്കങ്ങളും ഉണ്ടാവും, അത് വേറെ വിഷയം. പക്ഷെ അടിസ്ഥാനപരമായി യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മറ്റൊരു പേരായിരുന്നു ഇസ്രായേൽ. അബ്ദുല്ലാണ് എന്നാണ് അർത്ഥം, ഈലിൻ്റെ അടിമ എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം വരിക. അതിനാൽ ബനൂ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ പല രീതിയിൽ അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആദ്യം അവരുടെ ഉത്ഭവം തന്നെ സ്വന്തം പിതാവിനോടും സഹോദരനും ക്രൂരത കാട്ടിയ ബനൂ ഇസ്രായേലുകളായിരുന്നു. അവർക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി സൂറത്ത് ബഖറയിലെ തുടക്കത്തിൽ നമ്മോട് വിവരിച്ചിട്ടുണ്ട്. അത് 10 അനുഗ്രഹങ്ങളായി ചില തഫ്സീറുകളൊക്കെ എണ്ണി പറഞ്ഞതായി കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന്, ഫിർഔന്റെ കൗമിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്? രണ്ടാമത്, കടൽ പിളർത്തിക്കൊണ്ടായിരുന്നു. മൂന്നാമത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂരി സീനായിൽ തൗറാത്ത് സ്വീകരിക്കാൻ പോയപ്പോൾ ചെയ്ത മഹാതെറ്റിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗറാത്ത് നൽകി, അതിന്റെ വിശദീകരണമായ ശരീഅത്തും നൽകി. പശുക്കിടാവിനെ ഇബാദത്ത് ചെയ്തവർക്ക് പോലും തൗബ സ്വീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാപ്പ് നൽകുകയുണ്ടായി. ദൃഷ്ടാന്തങ്ങൾ നൽകപ്പെട്ടിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണണമെന്ന് പറഞ്ഞ് ശിക്ഷ വാങ്ങിയവരെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുനർജീവിപ്പിച്ചു. وظللنا عليكم الغمام وأنزلنا عليكم الغن والسلوى
മരുഭൂമിയിലൂടെ അലിയുന്ന കാലത്ത് തണലും ഭക്ഷണവുമായി മണ്ണും സെൽവിയും നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു. അവർക്ക് സംഭവിച്ച പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വിശുദ്ധ ഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നിർദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുകയുണ്ടായി. വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ യഥേഷ്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വെള്ളം നൽകി. അവർക്ക് വേണ്ടി അവരിൽ നിന്ന് തന്നെ ഒരു കരാർ വാങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്, വലാ തഅസൂ ഫിൽ അർളി മുഫ്സിദീൻ, വലാ തഅസൂ ഫിൽ അർളി മുഫ്സിദീൻ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി നിങ്ങൾ നാശകാരികളായി തീരരുത്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി നിങ്ങൾ നാശകാരികളായി തീരരുത്. സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്ത അനുഗ്രഹത്തെ പറ്റി പറയുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും യഥാർത്ഥ സത്യദീനോടും അവർ ചെയ്ത വികൃതങ്ങൾ, ദുഷ്ടത്തരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പല രീതിയിൽ വിശുദ്ധ ഖുർആനിൽ എണ്ണി 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 പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് തൗറാത്തും ശരീഅത്തും സ്വീകരിക്കുമെന്ന് കരാർ ചെയ്തതിനു ശേഷം ഞങ്ങൾ കേൾക്കുന്നു, ധിക്കരിക്കുന്നു എന്ന് പറഞ്ഞവർ പിന്തിരിഞ്ഞു കളഞ്ഞു. മറ്റൊന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂരി സീനായിൽ പോയ കുറഞ്ഞ ദിവസത്തിനിടയ്ക്ക് പശുക്കുട്ടിയെ ആരാധിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹുവിനെ പരസ്യമായി കാണണമെന്ന് അവർ വാശി പിടിച്ചിരുന്നു. പാപമോചനം ലഭിക്കുന്നതിനായി പറയാൻ നിർദ്ദേശിച്ചൊരു വാക്കുണ്ടായിരുന്നു, അത് ഹിത്തത്തുൻ എന്നായിരുന്നു. എന്നതിന് പകരം അവർ ഹിന്ദത്തുൻ ഗോതമ്പ് വേണം എന്ന വാക്കായിരുന്നു അവർ മാറ്റി പറഞ്ഞിരുന്നത്. മണ്ണി സെൽവിൻ കൊടുത്തു, അത് പോരെന്ന് പറഞ്ഞു. ഇതൊന്നും നമുക്ക് പോരാ. നിന്റെ റബ്ബിനോട്, താങ്കളുടെ റബ്ബിനോട് താങ്കൾ പ്രാർത്ഥിക്കണമെന്ന്. നമ്മുടെ റബ്ബ് എന്നുള്ള പദമല്ല ഉപയോഗിച്ചത്, അഹങ്കാരത്തിന്റെ അങ്ങേയറ്റത്തെ മൂർത്തിഭാവമാണ്. നിന്റെ റബ്ബിനോട്, താങ്കളുടെ റബ്ബിനോട് ഈ മണ്ണീ സെൽവൊന്നും നമുക്ക് വേണ്ട. നമുക്ക് നല്ല പരിപ്പും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ വേണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ വിശ്വസിക്കുവാനും സാക്ഷികളാകാനും പറ്റും വിധം അല്ലാഹുവിന്റെ ദൃഷ്ടാന്ത വചനങ്ങൾ കേൾക്കുകയും അത് ശരിക്കും മനസ്സിലാക്കിയതിനു ശേഷം അവരിൽ നിന്നൊരു വിഭാഗം അതിൽ നിന്ന് മാറ്റി മറിക്കുകയും ചെയ്തു. അല്ലാഹു ഖുർആൻ പറയുന്നുണ്ട്, വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹ് സുമ്മ യുഹരിഫൂനഹു മിൻ ബഅദി മാ അഖലൂ വഹും യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കരാർ ചെയ്ത് സ്വീകരിക്കാൻ നിർബന്ധിതരായെങ്കിലും പിന്നീട് അവർ അതിൽ നിന്ന് പിന്തിരിച്ചു കളഞ്ഞു. സുമ്മ തവല്ലൈതും മിൻ ബഅദി ദാലിക. അതുപോലെ അവരെ കൂടെയൊക്കെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവർക്കിടയിൽ ഒരു മനുഷ്യനെ കൊല്ലപ്പെട്ടൊരു വിഷയമുണ്ടായിരുന്നു. ആ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായ രീതിയിൽ പരിഹരിച്ചു കൊടുത്തു. ഒരു പശുവിനെ അറുത്ത് അതിന്റെ തോലോ മാംസമോ ആ മരിച്ച മനുഷ്യനെ കടിക്കാൻ വേണ്ടി പറഞ്ഞു. അടിച്ചതിന് ശേഷം ആ മരണപ്പെട്ട കൊല്ലപ്പെട്ട മനുഷ്യൻ ജീവിച്ചു വരുന്ന ഒരു അവസ്ഥയുണ്ടായി. പക്ഷെ അതിനുശേഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സുമ്മ കസത്ത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഇജാറതി ഔ അശദ്ദു കസ്വ. അവരുടെ ഹൃദയം കടുത്തുപോയി, അല്ലെങ്കിൽ പാറയേക്കാൾ പരുക്കൻ ഹൃദയമായി മാറിപ്പോയി. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങൾ പരമ്പരയായി അനുഭവിക്കുകയും കാണുകയും ചെയ്തിട്ടും അവയെ ഒന്നടക്കം അവർ നിഷേധിച്ചു. ദാലിക ബിഅന്നഹും കാനൂ യക്ഫുറൂന ബിആയാത്. എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് അവർക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷെ എത്ര ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചാലും ആ ദൃഷ്ടാന്തങ്ങൾ അവർ നിഷേധിക്കുന്ന പ്രവണതയുണ്ടായി. കൂടാതെ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. ഒരു ന്യായവുമില്ലാതെ അവർക്കിടയിലെ പ്രവാചകന്മാരെ അവർ വധിച്ചു കളഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വധിക്കാനുള്ള ശ്രമം നടത്തി. ഖുർആൻ പറയുന്നുണ്ട്,
വഖൗലിഹി മിന്നാ ഖതൽനൽ മസീഹ ഇബ്ന മറിയം റസൂലുള്ളാഹി വമാ ഖതലൂഹു വമാ സലബു വലാകിൻ ശുബ്ബിഹ ലഹു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി പോലും നോക്കി. ഖൈബർ യുദ്ധത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിഷം കലർത്തിയ ആട്ടിൻ മാംസം നൽകപ്പെട്ടു. അതൊരു ജൂത സ്ത്രീ ചെയ്ത പണിയായിരുന്നു. ലമ്മാ ഫുതിഹത് ഖൈബർ ഊഹിദത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷാത്തുൻ ഫീഹാ സുബ്ബ. വിഷം പുരട്ടിയ ഒരു ആട്ടിൻ കഷ്ണം അല്ലെങ്കിൽ ആട്ടിന്റെ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അതിജയിച്ചു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം വിശ്വാസികളോട് ചോദിക്കുന്നുണ്ട്. അഫതതമഊന അൻ യുഅ്മിനൂ ലക്കും. അപ്പോൾ ഈ ഇസ്രായേൽ സന്തതികൾ, ബനൂ ഇസ്രായേലികൾ നിങ്ങളെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇസ്ലാം വിശ്വസിക്കുമെന്ന്, ഇസ്ലാം ഉൾക്കൊള്ളുമെന്ന്, പ്രവാചകന്മാരെ വിശ്വസിക്കുമെന്ന്, നിങ്ങൾക്കർക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സഹോദരന്മാരെ, സഹോദരികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി വന്നപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് അസൂയയും ശത്രുതയും വിദ്വേഷത്തിലും വർധനമാണ് ഉണ്ടായത്. സ്വാർത്ഥങ്ങൾക്ക് വേണ്ടി ആയാത്തുകൾ അവർ ദുർവ്യാഖ്യാനം ചെയ്യലും മാറ്റിമറിക്കലും അവരെ മുമ്പേ ഉള്ള പതിവായിരുന്നു. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ആ പ്രവണതയിലും അവർക്ക് വർധനവുണ്ടായി. ആ സമ്പ്രദായം മാറ്റിമറിച്ച് സത്യം സ്വീകരിക്കാൻ ഇപ്പോൾ അവർ മുന്നോട്ട് വരുമെന്ന് നമ്മൾ ആരും കരുതേണ്ടതില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെയാണെന്ന് പറയും. പക്ഷെ നേതാക്കൾ അവരെ തടിയും. അങ്ങനെ അവർ വിശ്വസിക്കാത്തവരായി തുടർന്നായി ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് നരകശിക്ഷ അനുഭവിക്കേണ്ടി വരികയുള്ളൂ എന്നും അവർ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നോക്കി. ഇസ്ലാമിക വിശ്വാസം ഉൾക്കൊണ്ട സഹാബികളെ അവരുടെ മതത്തിലേക്ക് ആനയിക്കാൻ നമുക്ക് നരകശിക്ഷ ഒന്നും ഉണ്ടാവുകയില്ല. നമ്മൾ പശുക്കിടാവിനെ ആരാധിച്ച ചെറിയൊരു കാലം ഉണ്ടല്ലോ, ആ കാലം മാത്രമേ നമുക്ക് നരകശിക്ഷ അനുഭവിക്കേണ്ടി വരികയുള്ളൂ എന്നുള്ള ദുർവ്യാദം നടത്തി. അഹങ്കാരത്തിന്റെ അങ്ങേയറ്റമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ തങ്ങളുടെ മക്കളുടെ വേദത്തിൽ ഇനി വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ച് അവർ മനസ്സിലാക്കിയിരുന്നു. തങ്ങളെ എതിർക്കുന്നവർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം അവർ തേടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും കൃത്യമായ വേദ സന്ദേശത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചില്ല. അവർ അതിനെ നിഷേധിക്കുകയാണ് ഉണ്ടായത്. അത് ഖുർആൻ പറയുന്നുണ്ട്. വലക്കത് വലമ്മാ ജാഅകും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും വകാനൂ മിൻ ഖബ്ലി യസ്തഫ്തിഊന അലല്ലദീന കഫറൂ ഫലമ്മാ ജാഅകും മാ അറഫൂ കഫറൂ ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ അല്ലാഹു അവതരിപ്പിച്ചതിൽ വിശ്വസിക്കാൻ പറഞ്ഞാൽ അവർ പറയും, ഞങ്ങൾക്ക് അവതരിപ്പിച്ചതിൽ ഞങ്ങൾ വിശ്വസിക്കും, മറ്റൊന്നിലും ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന നിലപാടുള്ളവരായിരുന്നു. ഇതെപ്പോഴാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്. വൈദാ ഖീല ലക്കും ആമിനൂ ബിമാ അൻസലല്ലാഹ് ഖാലൂ നൂമിനു ബിമാ ഉൻസില അലൈനാ വയക്ഫുറൂന ബിമാ വറാഅഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാരത്രികമായ വിജയവും ക്ഷേമവും മറ്റാർക്കുമില്ലെന്നും അത് ഞങ്ങൾക്ക് മാത്രമാണെന്നും അവർ ആത്യന്തികമായി വാദിച്ചു. പാരത്രികമായ വിജയം, സ്വർഗം, അത് മറ്റാർക്കുമില്ല, അത് ഞങ്ങൾക്ക് മാത്രമാണ്. ഖുൽ ഇൻ കാനത് ലക്കും ദാറുൽ ആഖിറത്ത് ഖുൽ ഇൻ കാനത് ലക്കും ദാറുൽ ആഖിറത്തു ഇൻദല്ലാഹി ഖാലിസതൻ മിൻ ദൂനിന്നാസ്. അതെ, മറ്റാർക്കുമില്ല എന്നവർ വാദിച്ചു. എന്തിനേറെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നു എന്ന കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തെ ശത്രുവായി പ്രഖ്യാപിച്ചിരുന്നു. മൻ കാന ദുവല്ലിൽ ജിബ്രീൽ ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇസ്നില്ലാഹ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അസഭ്യം പറയാൻ അവർ മുന്നിലുണ്ടായിരുന്നു. ചിലപ്പോൾ നേർക്കുനേരെ പറയില്ല, വേറെ രീതിയിൽ വാക്കുകൾ തെറ്റിച്ചുകൊണ്ടായിരിക്കും അവരുടെ വർത്തമാനം ഉണ്ടാകുക. അപ്പൊ സഹാബികൾ ഞങ്ങളെ റസൂലെ പരിഗണിക്കണമേ എന്നൊരു വാക്ക് ഉപയോഗിച്ചിരുന്നു. ആ വാക്കിന്റെ അർത്ഥതലത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന പദം റായിന എന്നൊരു പദമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ താങ്കൾ പരിഗണിക്കണമേ എന്നാണ് അർത്ഥം. എന്നാൽ റായിന എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ അതൊരു അസഭ്യ വാക്കായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ റായിന എന്ന് പറയും. എന്തിനു വേണ്ടിയിട്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അസഭ്യം പറയുന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റായിന വഖൂലു ഉൻദുർനാ വസ്മഉ. നിങ്ങൾ ഉൻദുർനാ എന്ന് പറയണം. ഞങ്ങളെ കടാക്ഷിച്ചാലും
ഞങ്ങളൊന്ന് നോക്കിയാലോ എന്ന് പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള അഭിസംബോധന രീതിയിൽ സത്യവിശ്വാസികളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ആയത്തിലോ പദത്തിലോ വരുന്ന ദുർബലപ്പെടുത്തലുകളെ ഖുർആനിന്റെ ന്യൂനതയായി എടുത്തു പറഞ്ഞു. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈറിൻ മിൻഹാ ഔ ബിസ്ലിഹാ. അതുപോലെ മുസ്ലിങ്ങളുള്ള അസൂയ നിമിത്തം അവരെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വളരെയധികം കുതന്ത്രങ്ങളും കുപ്രചാരണങ്ങളും നടത്തി. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലയറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം മിൻ ബഅദി മാ തബയ്യന ലഹുമുൽ ഹഖ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജൂതനോ ക്രിസ്ത്യാനിയോ മാത്രമേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. വഖാലു ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ. അവരുടെ വാക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ അവർക്ക് നിരോധിക്കപ്പെട്ട ഒരുപാട് സംഗതികൾ ഉണ്ടായിരുന്നു. പലിശ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റുള്ള പല കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെയും അവർ ഹലാലാക്കി. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി എന്താണ് അവരുടെ വേദഗ്രന്ഥങ്ങളിൽ ഉള്ളത്, എന്താണ് അവരെ പഠിപ്പിക്കപ്പെട്ട തത്വങ്ങൾ, എന്താണ് മീമാംസങ്ങള്, ആ മീമാംസങ്ങളെ ഒക്കെയും മാറ്റിമറിക്കുന്ന ഒരു രീതിയായിരുന്നു അവരവരുടെ പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവന്നിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിനെ പോലും ആക്ഷേപിച്ച് പറഞ്ഞു. മുസ്ലിങ്ങളുടെ അള്ളാഹു എന്ന് പറഞ്ഞാൽ ദരിദ്രനാണ്. ലഖദ് സമി അല്ലാഹു ഖൗലല്ലദീ ഖാലൂ ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയാ. ഞങ്ങൾ സമ്പത്തുള്ള ആളാണ്, ഇവരുടെ അല്ലാഹ് ഫഖീറാണ്. വഖാലത്തുൽ യഖൂദു യദുല്ലാഹി മഗ്ലൂല. അതുപോലെ തന്നെ ഒരു തരത്തിലും ദാനം ചെയ്യാത്ത ആളാണ് ഇവരുടെ അല്ലാഹ്. ഇവരുടെ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ദാനം ചെയ്യാത്ത ആളാണ്. അതുപോലെ തന്നെ ഞങ്ങളാണ് അല്ലാഹുവിന്റെ സന്താനങ്ങളും ഇഷ്ടക്കാരാണെന്ന് പറഞ്ഞു. വഖാലത്തുൽ യഖൂദു വന്നസാറ നഹ്നു അബ്നാഉല്ലാഹി വഹിബ്ബാഹു. അതുപോലെ തന്നെ ഖുർബാൻ ബലി നടത്തി അതിനെ തീ തിന്നുന്നത് കഴിയുന്നത് വരെ ഒരു പ്രവാചകനിൽ വിശ്വസിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട് എന്ന പച്ചക്കള്ളം പറഞ്ഞു. അങ്ങനെ ഒരു വേദത്തിലേ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ പരസ്പരം പറഞ്ഞിരുന്നൊരു കാര്യം, ഇങ്ങനെ ഒരു നേർച്ച നടത്തി, അത് ബലി നടത്തി, അതിനെ സ്വയം തീ വന്ന് ആവാഹിച്ചെടുക്കുന്നത് വരെ ഒരു പ്രവാചകനും വിശ്വസിക്കാൻ വേണ്ടി പാടില്ല എന്ന് നമ്മളോട് അല്ലാഹു കരാർ നൽകിയിട്ടുണ്ട് എന്ന പച്ചക്കള്ളം അവർ പ്രചരിപ്പിച്ചു. അല്ലദീന ഖാലൂ ഇന്നല്ലാഹ അഹിദ ഇലൈന അല്ലാ നുഅ്മിന ലിറസൂലിൻ ഹത്താ യഅതിയനാ ബിഖുർബാനിൻ തഅകുലുഹു നാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മദീനയിൽ നിന്ന് കിബില മാറ്റം ഉണ്ടായപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ സംശയിപ്പിക്കലും കുപ്രചാരണവും നടത്തുന്നതിൽ മുന്നിൽ യഹൂദന്മാരുണ്ടായിട്ടുണ്ടായിരുന്നു. സയഖൂലു സുഫാഉ മിനൻ നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം ലത്തി കാനൂ അലൈഹാ. മതത്തെ ചിഹ്നങ്ങളിൽ കളിയാക്കുന്ന ഒരു ജീവിത രീതിയായിരുന്നു അവർ പുലർത്തിയിരുന്നത്, അവരുടെ സ്വന്തം മതങ്ങളെ. നമുക്കറിയാം, ചിലപ്പം വലിയ താടിയുണ്ടാകും, മുടി രണ്ട് ഭാഗത്തേക്ക് ചുരുട്ടി വെട്ടി രൂപത്തിൽ ഇങ്ങനെ നീട്ടി വളർത്തിയിട്ടുണ്ടാവും, തൊപ്പി ഉണ്ടാവും, പക്ഷെ സ്വഭാവം വളരെ മോശമായിരിക്കും യഹൂദികളുടെ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ലാ തത്തഖിദുല്ലദീന തഖദൂ ദീനകും ഉദുവൻ വലൈബൻ മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും. നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ മതത്തെ കളിയും തമാശയുമാക്കി നിങ്ങൾ ഏറ്റെടുക്കരുത്. അവർക്ക് മതമുണ്ട്, അവർക്ക് ദീനുണ്ട്, പക്ഷെ അതൊക്കെ കളിയും തമാശയാണ്. അവരുടെ കാര്യങ്ങൾക്ക് അത് പ്രയോഗവൽക്കരിക്കാൻ അവരത് കൊണ്ടുവരാറുണ്ടായിരുന്നില്ല. അതുപോലെ തിന്മകൾ ഒരിക്കലും വിരോധിക്കുമായിരുന്നില്ല. ഒരു ജൂതൻ മറ്റൊരാളെ ആക്രമിക്കുന്നു, ഒരു മുസ്ലിമിനെ ആക്രമിക്കുന്നു, അത് കണ്ടാൽ വിരോധിക്കുന്ന ഒരു പ്രവണത മറ്റു ജൂതനിൽ ഉണ്ടാവുകയില്ല. അവർ ചെയ്തു വെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളെ പരസ്പരം അവർ വിരോധിക്കുന്ന സ്വഭാവം അവർക്കില്ല. അതുപോലെ ആരാധനാ ദിവസവും മത്സ്യബന്ധനം നിരോധിക്കപ്പെട്ടുമായ ദിവസങ്ങളിൽ മത്സ്യബന്ധനം നടത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് അലിംതും ലദീന അർതദൂ മിൻകും ഫിസ്സബ്ത്. അത് ജൂതനാകുമ്പോൾ സന്മാർഗം ലഭിക്കൂ എന്നൊരു വാദം അവർക്കുണ്ട്. ജൂതനാണ് സന്മാർഗം ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വാദിച്ചു. അവരുടെ പ്രവാചകൻ എന്നവർ വാദിക്കുകയുണ്ടായി. സഹോദരന്മാരെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ അവരുടെ യഥാർത്ഥ സ്വഭാവമായി എണ്ണി 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 നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ വിശ്വാസികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവരുടെ പ്രവർത്തനങ്ങൾ
വളരെ സൂക്ഷ്മതയോടുകൂടിയും വളരെ കൃത്യതയോടുകൂടിയും മനസ്സിലാക്കി മുൻകരുതലോടുകൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയാണ് വിശുദ്ധ ഖുർആനിൽ ഇടയ്ക്കിടെ അവരെ പറ്റി പറയുമ്പോൾ, പ്രത്യേകിച്ച് മദനിയായ സൂറത്തുകളിൽ യഹൂദികളെ പല രൂപത്തിലും ആക്ഷേപിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത്. അവരെ പറ്റിയുള്ളൊരു മുൻ ഭയം, ആ ഭയത്തോടുകൂടി ജീവിക്കാനല്ല, മറിച്ച് വളരെ കരുതലോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും പ്രവർത്തിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടാണ് നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വലിയ ഫിത്നയായിരുന്നു. ഖുലഫായ റാഷിദുകളെ കാര്യങ്ങൾ നോക്കിയാൽ അക്കാലത്തും ഇവർ വലിയ ഫിത്നകളായിരുന്നു. അതിനുശേഷം വന്ന അമവി ഭരണമാവട്ടെ, അബ്ബാസിയ ഖിലാഫത്തിലാകട്ടെ, എന്തിനേറിയ പല രൂപത്തിലുള്ള ഭരണകൂടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഉസ്മാനിയ കാലഘട്ടങ്ങൾ പരിശോധിച്ചാലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, എപ്പോഴും മുസ്ലിങ്ങൾക്ക് വലിയ ഫിത്നയും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നൊരു വിഭാഗമാണ് ഈ ജൂതന്മാർ എന്നുള്ളത്. അത് ഇപ്പോഴും തുടർത്തിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ നിലപാടുകളും ചിന്തകളും അതിനെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വശങ്ങളും വിശ്വാസികൾക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അതുള്ള അറിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കുക, ചരിത്രങ്ങൾ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. നമുക്കറിയാം, ഇന്ന് കാണുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം സ്വാഭാവികം ഒരു മുസ്ലിമിൻ്റെ മനസ്സ് ഇറാനോടൊപ്പമായിരിക്കും, യാതൊരു സംശയമില്ല. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ഭീകരരാഷ്ട്രം മുസ്ലിങ്ങൾക്ക് നൽകിയ ശതങ്ങളും ചിത്രതകളും അതിഭയങ്കരമാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന സംഗതിയാണ്. എന്നാൽ ഇസ്രായേലിനെ ആദ്യമായി അംഗീകരിച്ച രാഷ്ട്രം മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള രാഷ്ട്രത്തിൽ തുർക്കിയായിരുന്നു ഒന്നാമത്. രണ്ടാമത് അംഗീകരിച്ച രാഷ്ട്രം ഇറാനാണ്. 1979 മുമ്പുള്ള ഭരണകൂടം ഇസ്രായേലുമായി എല്ലാ തരത്തിലും ബായി ബന്ധം വെച്ച് പുലർത്തിയ ഒരു ഭരണകൂടമായിരുന്നു ഇറാനിയ ഭരണകൂടം. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഭരണകൂടം മാറണം എന്നുള്ള അജണ്ട അവർ പ്രഖ്യാപിക്കുന്നത്. കാരണം 79 ശേഷം ഇപ്പോഴത്തെ ഇസ്ലാമിക് റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു വിപ്ലവം അവിടെ ഉണ്ടായി. ആയത്തുള്ള ഖുമൈനിന് നേതൃത്വം കൊടുത്തു. അതിനുശേഷമുള്ള ഭരണകൂടമാണ് അവരുമായി വിരോധം വെച്ച് പുലർത്തുന്ന, അവരുമായി അകൽച്ച എന്ന് പറയുന്ന നിലപാട് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പഴയ രൂപത്തിലുള്ള ഭരണകൂടത്തുമായി ഉള്ള ബന്ധം നമുക്കുണ്ടാക്കണം എന്നുള്ള തന്ത്രപ്പാടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇറാനുമായി ഉള്ള ആ ഒരു സഖ്യം അവർ വെച്ച് പുലർത്തി. ആ സഖ്യം ഇന്ന് അവർ പരസ്പരം പോരടിക്കുന്നുണ്ട്. ചിലപ്പോൾ നാളെ അവർ പരസ്പരം ഒന്നിച്ചേക്കാം, നമുക്കറിയില്ല. കാരണം ഇപ്പോഴത്തെ ഭരണകൂടത്തെ മാറ്റി അവർക്ക് ഇഷ്ടപ്പെട്ട ഭരണകൂടത്തെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർ ബായി ആയി മാറും. അപ്പൊ എന്നാൽ ഇന്ന് വരെ ഇസ്രായേലുമായി ഒരു തരത്തിലും ബന്ധം പുലർത്താത്ത രാഷ്ട്രങ്ങൾ എവിടെയുണ്ട്? മുസ്ലിം രാഷ്ട്രങ്ങൾ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഏത് രാഷ്ട്രം ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നുണ്ടോ ഇസ്രായേലിനെതിരെയുള്ള പ്രാർത്ഥനയായിരിക്കണം മുസ്ലിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. അത് സ്വാഭാവികമായ കാര്യമാണ്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ അത് എടുത്ത് പറയുന്നുണ്ട്. മുസ്ലിങ്ങളോട് തന്നെയുള്ള അഭിസംബോധന പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികൾ, ലാ തത്തഖിദു ബിതാനതൻ മിൻ ദൂനിക്കും, നിങ്ങളുടെ പുറമേയുള്ളവരെന്ന് ഉള്ളുകള്ളിക്കാരെ നിങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങൾ ഈ യഹൂദന്മാരുണ്ടല്ലോ, അവരുമായിട്ട് ഈ നയതന്ത്ര ബന്ധം, സൗഹൃദ ബന്ധം, ഉറ്റ ചങ്ങാതിത്വം, മിത്രങ്ങൾ, അതൊന്നും നിങ്ങൾ സ്വീകരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ കൽപ്പനയാണ്. ലാ യഅലൂനകും ഖബാലൻ വദ്ദു മാ അനിത്തും ഖദ് ബദത്തിൽ ബഗ്ദാഉ മിൻ അഫ്വാഹിഹിം വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ. നിങ്ങൾക്ക് അനർത്ഥമുണ്ടാക്കുന്ന കാര്യത്തിൽ അവർ വീഴ്ച വരുത്തുകയില്ല. നിങ്ങളെപ്പോഴും ദ്രോഹിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. മുസ്ലിമായ മതി, അത് ഷിയാകട്ടെ, ബറേൽവി ആകട്ടെ, അല്ലെങ്കിൽ ഖാദിയാനിയാകട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെലഫി ആകട്ടെ, അല്ലെങ്കിൽ അഹ്വാൻ എന്ന് പറയുന്ന ആൾക്കാരാകട്ടെ, മുസ്ലിമായ മതി. ആ മുസ്ലിങ്ങൾക്കെതിരെ എപ്പോഴും അനർത്ഥമുണ്ടാക്കുന്ന കാര്യത്തിൽ അവരൊരു വീഴ്ചയും വരുത്തുകയില്ല. നിങ്ങൾ ബുദ്ധിമുട്ടുന്നതാണ് അവർക്കിഷ്ടം. വിദ്വേഷം അവരുടെ വായിൽ നിന്ന് വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ്. അവരുടെ മനസ്സിൽ ഒളിച്ചു വെക്കുന്നത് കൂടുതൽ ഗൗരവമായ കാര്യമാണ്. നമുക്കറിയാം, ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് ശേഷം എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഈ ബനൂ ഇസ്രായേൽ ഉൾക്കൊള്ളുന്ന യഹൂദ മതത്തിന്റെ വളർച്ച മുരടിച്ചു പോയി.
അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ശത്രുത അവർക്ക് ആരോടുണ്ട്? മുസ്ലിങ്ങളോടുണ്ട്. അവർക്ക് വളരാൻ വേണ്ടി സാധിക്കുന്നില്ല. ഒരു തരത്തിലും മതപ്രബോധനം നടത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അതിനടിസ്ഥാനമായ കാരണം ഇവരാണ് എന്നുള്ള കൃത്യമായ അവബോധം അവർക്കുണ്ട്. അവരുടെ മനസ്സിൽ ഒളിച്ചു വെക്കുന്നത് കൂടുതൽ ഗുരുതരമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹാ അൻതും ഉലൈ തുഹിബ്ബൂനഹും വലാ യുഹിബ്ബൂനകും. നോക്കൂ നിങ്ങളുടെ സ്ഥിതി. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു, നിങ്ങളെ കൂട്ടത്തിൽ ചിലരെ സ്നേഹിക്കുന്നു, അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. ജൂതന്മാർ അവർ നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കുന്നില്ല. അതേ ആയത്തിൽ തന്നെ അല്ലാഹു തുടരുന്നുണ്ട്, നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടും പിന്നെ പിരിഞ്ഞു പോയാലുണ്ടല്ലോ, നിങ്ങളോടുള്ള അരിശത്താൽ അവർ അവരുടെ സ്വയം വിരലുകൾ കടിക്കുകയും ചെയ്യുമെന്നാണ്. കാണുമ്പോൾ ചിരിക്കും, വർത്താനം പറയും, എല്ലാം ഓക്കെ എന്ന് പറയും. പക്ഷെ പിന്തിരിഞ്ഞു പോയാലുണ്ടല്ലോ, നിങ്ങളുടെ അരിശത്താൽ അവരുടെ വിരലുകൾ കടിക്കും. അല്ലാഹു പറയേ, നിങ്ങളുടെ അരിശം കൊണ്ട് നിങ്ങൾ മരിച്ചുകൊള്ളും. കാരണം മുസ്ലിങ്ങളോട് അത്ര അരിശ. അവരുടെ സ്വയം വിരലുകൾ കടിക്കണം. കാണുമ്പോൾ ചിരിക്കും, വർത്തമാനം പറയും, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറയും. പക്ഷെ പിന്തിരിഞ്ഞു പോയാലോ ആ അരിശം കൊണ്ട് അവരുടെ വിരലുകൾ കടിച്ചു പോകും. അതേ, നിങ്ങൾ അരിശം കൊണ്ട് നിങ്ങൾ മരിച്ചേക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ യസീദന്ന കസീറൻ മിൻകും മാ ഉൻസില ഇലൈക മിർ റബ്ബിക തുഗ്യാനം വകുഫ്ര. നിനക്ക് നിന്റെ റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട സന്ദേശം അവരിൽ അധിക പേർക്കും ധിക്കാരവും അവിശ്വാസവും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അവർക്കിടയിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെയും ശത്രുതയും വിദ്വേഷവും നാം ഇട്ടുകൊടുത്തിരിക്കുകയാണ്. സംസാരിക്കുന്നു തോന്നണ്ട, അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുമെന്നാണ്. മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷവും വെറുപ്പും അവർക്കുണ്ടാകുമെന്നാണ്. അവർ നമുക്കെതിരെ ഒന്നടങ്ക യുദ്ധത്തിന് വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. പക്ഷെ അള്ളാഹു അത് കെടുത്തിക്കളിയും. മുസ്ലിങ്ങൾക്കെതിരെ ഒരു പരിപൂർണമായ വിജയം ഉണ്ടാക്കാൻ അവർക്ക് സാധ്യമല്ല. അവർ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരുപാട് ആയാത്തുകൾ നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. അതേ, മുസ്ലിങ്ങളോട് അങ്ങേറ്റത്തെ വെറുപ്പും ശത്രുതയും ഉള്ളവരാണ് ജൂതർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ശിർക്ക് വെക്കുന്നവരും അതുപോലെ തന്നെ ജൂതരുമാണ് മുസ്ലിങ്ങളോട് ഏറ്റവും ശത്രുതയുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ തൃപ്തി കിട്ടാൻ എന്താ വഴി? അവരെ നിങ്ങൾ അനുധാവനം ചെയ്യുന്നത് വരെ, അവർ ആരാധിക്കുന്നവരെ നിങ്ങൾ ആരാധിക്കുന്നത് വരെ, അവരായി നിങ്ങൾ മാറുന്നത് വരെ അവർക്ക് ഒരിക്കലും നിങ്ങളെ കുറിച്ച് തൃപ്തി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സഹോദരികളെ, അവരിൽ നിന്ന് പരിപൂർണാർത്ഥത്തിൽ നമ്മൾ വേറിട്ട് നിൽക്കേണ്ടതുണ്ട്. അവരുടെ ചിഹ്നങ്ങളാകട്ടെ, മതചിഹ്നങ്ങളാകട്ടെ, അവരുടെ ഉൽപ്പന്നങ്ങളാകട്ടെ, അത് ബഹിഷ്കരിച്ചുകൊണ്ട് അവരുടെ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ പരിപൂർണമായി മാറുന്ന നമ്മുടെ ആ സ്വത്വത്തിനെ വെളിവാക്കി ജീവിക്കുന്നവരായി തീരാൻ മുസ്ലിങ്ങൾ പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് ഹദീസുകൾ, നിങ്ങൾ അവരുമായി മാറി നിൽക്കണം, വേറിട്ട് നിൽക്കണം എന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ കൈയുയരുമ്പോൾ ഇസ്ലാമിന്റെ യഥാർത്ഥ ശത്രുക്കളുടെ പരാജയത്തിന് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പലസ്തീൻ മക്കളുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട് തീർച്ചയായും ഒരു ദിവസം അവർക്ക് ശുഭപ്രതീക്ഷയുടെ ശുഭദിനത്തിന്റെ ഒരു ദിനം വരാനിരിക്കുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓഫർ നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ വ്യക്തമായ ശത്രുക്കളുടെ പരാജയത്തിന് വേണ്ടി, ജൂതന്മാരുടെ പരാജയത്തിന് വേണ്ടി, ഇസ്രായേലുകളുടെ പരാജയത്തിന് വേണ്ടിയും നമ്മൾ നിന്ന് പ്രാർത്ഥനകൾ ഉയരേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മുസ്ലിങ്ങളുടെ ഇസ്സത്ത് വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ശത്രുക്കളെ അതിനിന്ദ്യന്മാരായി നിന്ദ്യരാക്കുന്ന ഒരവസ്ഥ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് സംജാതമാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളുടെ നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമാക്കുക, അതുപോലെ തന്നെ എല്ലാവിധ വിദ്യകളെയും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക, ഷിർക്കൻ കുഫ്രൻ ആചാരങ്ങൾ പൂർണ്ണമായും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക, കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ കൊടുത്തു തീർക്കുക, പലിശ ഏർപ്പാട്, സിനിമ, മ്യൂസിക്
മ്യൂസിക്, സംഗീതം, മഹാമുകൾ പരിപൂർണമായും വർജിച്ചുകൊണ്ട് ജീവിക്കുക. കളവ് പറയുന്ന സ്വഭാവങ്ങൾ, പൊങ്ങച്ചമായ അവസ്ഥകൾ, ആർഭാടത്തം, ധൂർത്തുകൾ അതൊക്കെ വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും സഹായിക്കുമാറാട്ടെ. അള്ളാഹുവെ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാ രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, എപ്പോഴെങ്കിലും ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് മരിക്കേണ്ടി വരുന്ന അവസ്ഥകൾ എന്നീ അവസ്ഥകളെ തൊട്ട് അള്ളാഹുവെ നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അള്ളാഹുവെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം നമ്മുടെ അന്ത്യസമയമാക്കുകയും യഖീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെ വരെയും മാറ്റി തീർക്കണമേ. അള്ളാഹുവെ, നാളെ മരിച്ചു പോയാൽ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അയൽവാസിയെ ലഭിക്കാനുള്ള ഉത്തമമായ മഹാഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ പുറത്തു കൊടുക്കണമേ. അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അള്ളാഹുവെ, നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ ഇസ്തിഖാമത്തും ഇഖ്ലാസും പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.